5 ഒരാൾ ഉച്ചത്തിൽ വായിക്കും. മതി. കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, തന്ന തിരുവചസ്സിന് നന്ദി. സ്വർഗം തുറന്ന് ഈ വചനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണം. വചനത്തിന്റെ വെളിപ്പാട് ഞങ്ങൾക്ക് തരണം. ഒരുമിച്ച് ഈ വചനത്താൽ ഞങ്ങളെ മാനിക്കണം. വചനത്തിനും ശുശ്രൂഷയ്ക്കും വിരുദ്ധമായി വെളിപ്പെടുന്ന മാനുഷിക പൈശാചിക മണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കീഴടങ്ങാൻ കൽപ്പിക്കുന്നു. ഈ വചനത്തിലൂടെ ചാരത്തും ദൂരത്തും ഇരുന്ന് കേൾക്കുന്ന, പിന്നീടും ഈ വചനത്തെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമാകണം. മഹത്വം ഇതിലൂടെ വെളിപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അധികമായി ഉച്ചരിക്കുന്ന വചനമാണ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ഹൃദയമെന്ന മാംസപ്പലകയിൽ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു വാക്യമാണ് ഈ വാക്യം. സ്തോത്രം ചെയ്യുന്നു. ഇതിൽ ഇന്ന് പകൽ നമ്മളുടെ ചിന്ത, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മറക്കരുത് എന്നുള്ളതാണ്. മറക്കരുത്, മറക്കരുത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കാൻ പോകുന്നത്. മറക്കരുത്. വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഈ വചനത്തിന്റെ വെളിപ്പാട് നമുക്ക് പഠിക്കാൻ കഴിയും. നമുക്കറിയാം, 103-ാം സങ്കീർത്തനം എത്ര വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സങ്കീർത്തനമാണ്? നോക്കാതെ പറയാമോ? നോക്കിയിട്ടല്ല. 22. ഒന്നാമത്തെ വാക്യമാണ് മറക്കരുത് എന്നെഴുതിയിരിക്കുന്നു. ഒന്നാമത്തെ വാക്യത്തില മറക്കരുത് എന്നെഴുതി. മറക്കരുത്. ശ്രദ്ധിച്ചു കേട്ടെ. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ മറക്കരുത് എന്ന് പറയുന്നത് അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. അപ്പം മറക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ കാര്യം എന്ത്? മറക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ മറക്കരുത്. എത്ര പേർക്ക് ദൈവം ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പോടെ പറയാൻ കഴിയും? എത്ര പേർക്ക് കഴിയും? സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം എനിക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേർ ഇന്ന് പകൽ നന്ദിയോടെ ഒരു സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. അപ്പൊ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അവന്റെ സ്വഭാവത്തെ
സ്വഭാവത്തെ മറക്കരുത്. 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെ മറക്കരുത്. 15 മുതൽ 18 വാക്യം, 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അവന്റെ വാഗ്ദത്തങ്ങൾ മറക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് അവന്റെ വാഗ്ദത്തങ്ങൾ മറക്കരുത്. അവസാന ഭാഗം 19 മുതൽ 22 വരെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവനെ സ്തുതിക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവനെ സ്തുതിക്കാൻ നിങ്ങൾ മറക്കരുത്. എത്ര പേർക്ക് ഇന്ന് പകൽ ഹല്ലേലൂയ മറക്കാതെ ചെയ്യാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ഇന്ന് പകൽ മറക്കാതെ ചെയ്യാൻ കഴിയുന്നുണ്ട്? ദൈവം ചെയ്ത ഹല്ലേലൂയ സ്തോത്രം ഉപകാരങ്ങൾ, തന്റെ സ്വഭാവം, തന്റെ വാഗ്ദത്തങ്ങളെ ഓർത്ത് എത്ര പേർക്ക് അവനെ സ്തുതിക്കാൻ ഇന്ന് പകൽ കഴിയും? അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായോ? 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അവന്റെ ഉപകാരങ്ങൾ മറക്കരുത്. 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവന്റെ സ്വഭാവത്തെ മറക്കരുത്. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അവന്റെ വാഗ്ദത്തങ്ങളെ മറക്കരുത്. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സ്തുതിക്കാൻ മറക്കരുത്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. അതിൽ 4 ഭാഗമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ വേർതിരിക്കുന്നത്. നിങ്ങളുടെ അറിവിലേക്കും പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാനത് പറഞ്ഞത്. സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ച്, നിങ്ങളുടെ അറിവിലേക്കും പഠിക്കാനും വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞേ. എന്നാൽ ഈ 4 വിഷയവും കൂടെ എടുത്ത് പ്രസംഗിക്കാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം മാത്രമാണ് ഇന്ന് പകൽ ധ്യാനിക്കുവാൻ ദൈവാത്മാവ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. എന്താ ഒന്നാമത്തെ വിഷയം? അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്താ ഉപകാരം? ഉപകാരം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഉപകാരം? ഈ സമയത്തൊക്കെ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നു. കാരണം ഈ സമയത്തൊക്കെ ഇച്ചിരി സമയം കിട്ടും. എന്താ ഉപകാരം? അത് വേണ്ട. എന്താ ഉപകാരം? ഞാൻ ചോദിച്ചു, ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപകാരം എന്ന് പറയുന്ന എന്തിനെയാ? എന്തിനാ നമ്മൾ ഉപകാരം എന്ന് പറയുന്നത്? സ്വതന്ത്രം. നമുക്കിപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്കിപ്പോ ഒരു കാര്യം ആവശ്യമുണ്ട്. പണമാകട്ടെ, മറ്റ് സഹായങ്ങളാകട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ. നമുക്ക് എപ്പോഴാണോ ആവശ്യം, ആ ആവശ്യമുള്ള സമയത്ത് നമുക്ക് വേണ്ടി അത് ചെയ്യുകയോ നമുക്ക് ലഭിക്കപ്പെടുകയോ ചെയ്യുന്നതിനെയാണ് ഉപകാരം എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായ ഒരു രാമൻ പറഞ്ഞു. എനിക്കിന്ന് ലഭിക്കപ്പെടേണ്ട ഒരു കാര്യം ഇന്ന് 12 മണിക്ക് മുമ്പ് എനിക്കത് ലഭിക്കപ്പെടണം. 12 മണിക്ക് മുമ്പ് എനിക്കത് ആര് ചെയ്യുന്നു അതിനെ ഉപകാരം എന്ന് പറയുന്നത്. 12 മണി കഴിഞ്ഞ് അടുത്ത ദിവസം ചെയ്യാം എന്ന് പറഞ്ഞു വന്നാൽ
അതെനിക്ക് ഉപകാരപ്രദമാകത്തില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പം വേണ്ടുന്ന സമയത്ത്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ലഭിക്കപ്പെടുന്നതിനെയാണ് ഉപകാരം എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ മറുവശം കൂടെ പറയാം, ചില ഉപകാരങ്ങൾ പിന്നീട് ഉപദ്രവം ആകാറുണ്ട്, അല്ലേ? അങ്ങനെയുണ്ട്. നമ്മൾ പറയാറുണ്ട്, എന്തുവാ ഉപകാരം ചെയ്തില്ലെങ്കിൽ, പറയാറില്ലേ? പിന്നെ എത്രയോ വട്ടം പറഞ്ഞിട്ടാ ഈ മെസ്സേജ് കേൾക്കുന്നു. സ്തോത്രം. നമ്മുടെ ഇരിപ്പൊക്കെ കണ്ട ആദ്യമായിട്ട് കേൾക്കുന്ന പോലാണ് ഇരിപ്പെങ്കിലും എത്രയോ വട്ടം പറഞ്ഞിട്ടാ ഈ പ്രസംഗം കേൾക്കുന്നത്. സ്തോത്രം. ഉപകാരം ചെയ്തില്ലേലും സാരമില്ല, എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണെന്നറിയോ? സങ്കീർത്തനക്കാരൻ, നിന്റെ ജീവിതത്തിൽ ഉപകാരം ചെയ്തില്ലെങ്കിലും, നിന്റെ ജീവിതത്തിൽ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നിനക്ക് പറയാൻ കഴിയാത്ത ഒരാളുണ്ടെങ്കിൽ, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ ഉപകാരം മാത്രം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് സർവശക്തനാകുന്ന ദൈവമത്രേ. ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവര് മാത്രം കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയണം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലും, ഏത് സന്ദർഭത്തിലും നിന്റെ ജീവിതത്തിൽ ഉപകാരം മാത്രം ചെയ്യുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാനും നീയും ആരാധിക്കുന്ന സർവശക്തനാകുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അത് അനുഭവിച്ചവർ ഹൃദയംഗമായി നന്ദി പറയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഉറപ്പുള്ള എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്നവരോട് പറയാൻ ഒരു ദൂത് ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരോട് പറയാൻ ഒരു ദൈവാലോചന ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവം ഉപകാരം മാത്രമേ ചെയ്യത്തുള്ളെന്ന് അടി ഉറച്ച് ഈ വചനത്തിന്റെ മുൻപിൽ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അവൻ എന്റെ ജീവിതത്തിൽ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഉപകാരം മാത്രമേ അവൻ ചെയ്തിട്ടുള്ളെന്ന് അകത്ത് ഉറച്ച വിശ്വാസമുള്ള ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനൊരു ദൈവാലോചന എന്നോട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ചില ഉപകാരങ്ങളെ വെളിപ്പെടുത്താൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നുകൂടെ കയറി പറയുന്നു, നിനക്കാവശ്യമുള്ള സമയത്ത്, നീ ആഗ്രഹിക്കുന്ന നേരത്ത്, നിനക്ക് വേണ്ടുന്ന സമയത്ത് ദൈവം വെളിപ്പെടുത്തുന്ന ചില ഉപകാരങ്ങൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഈ വചനം വിശ്വസിച്ചേറ്റെടുക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ആലോചനയെ വിശ്വസിക്കുന്നവർ മാത്രം ഹൃദയംഗമായി നന്ദി പറയട്ടെ. സ്തോത്രം. ഈ ആലോചന ദൂത് ഹൃദയത്തിൽ എഴുതി വെച്ചോണം. നമുക്ക് അവസാനം ഒരുമിച്ചത് പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം എന്റെ ജീവിതത്തിൽ ഉപകാരം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവര് പറയും, ഈ ദൈവം നിന്റെ ജീവിതത്തിൽ എന്തു ചെയ്തു?
അവര് പറഞ്ഞാലും ഞാൻ പറയത്തില്ല. അങ്ങനെ ദൈവം ജീവിതത്തിൽ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരോടാ ദൈവം എന്നോട് പറഞ്ഞ, നീ പറയണം, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ ചില ഉപകാരത്തെ വെളിപ്പെടുത്താൻ പോവാ. അങ്ങനെയുള്ളവരുടെ ലൈഫിൽ ചില ഉപകാരങ്ങൾ വെളിപ്പെടാൻ പോവുക. വെളിപ്പെടേണ്ട സമയത്ത്, ആവശ്യമുള്ള നേരത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നെന്ന് ദൈവാത്മാവിനോട് ഇടപെട്ടു. ഇന്ന് പകൽ ഉറപ്പുള്ള എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവരോടാണ് ഈ ദൈവശബ്ദം. ഈ ആലോചനയെ ഏറ്റെടുക്കുന്നവരോടാണ് ഈ ദൈവശബ്ദം. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ഉപകാരമല്ലാതെ ഒരു ഉപദ്രവവും അവൻ എനിക്ക് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചുള്ള ഉറച്ച മനസ്സുള്ളവരോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഈ നാളുകളിൽ നിനക്കും നിന്റെ കുടുംബത്തിനു വേണ്ടിയും ദൈവം ചില ഉപകാരങ്ങളെ അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2 ദിനവൃത്താന്തം എടുക്കണ്ട, 32-35 എഴുതി വെച്ചാൽ മതി. അവിടെ പറയുന്നുണ്ട്, ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവിന് സർവശക്തനാകുന്ന ദൈവം അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അവന്റെ കാലത്ത് പ്രതിഷ്ഠിച്ച ബലിപീഠങ്ങളെ, അവന്റെ കാലത്ത് പ്രതിഷ്ഠിച്ചു വെച്ച അന്യ ദൈവങ്ങളെ അവൻ തകർത്തു. ജീവനുള്ള ദൈവത്തിന്റെ മഹത്വത്തെ തന്റെ കാലത്ത് വെളിപ്പെടുത്തി. തിരുവെടുത്ത് വായിക്കുന്നത്, അനവധി ധനം ഉണ്ടായിരുന്നു, വലിയ മാനം ഉണ്ടായിരുന്നു, ആയുധപുരകൾ ഉണ്ടായിരുന്നു, വളരെ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു, ആടുമാടുകൾ ഉണ്ടായിരുന്നു. ശത്രുക്കൾ പട്ടണം പണിത ഇടങ്ങളെ പിടിച്ചടക്കി. വലിയ ഗോപുരങ്ങളെയും മതിലുകളെയും അവൻ പണിതു. അവന്റെ കൂടെ ദൈവം ചേർന്ന് നിന്ന് ഉപകാരം ചെയ്തു. ഹല്ലേലൂയ. ഹിസ്കിയാവിന്റെ കൂടെ ദൈവം ചേർന്ന് നിന്ന് ഹിസ്കിയാവിന് ഉപകാരം ചെയ്തു. പക്ഷേ 32-25 പറയുന്നു, 2 ദിനവൃത്താന്തം, എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് തക്കവണ്ണം, ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കണം എന്ന് വെച്ചാൽ, ദൈവം ജീവിതത്തിൽ ചെയ്ത ഉപകാരത്തിനനുസരിച്ച് നടക്കാതെ ഹിസ്കിയാവ് നിഗളിച്ചു പോയി. ഹലോ, ഇവിടെ ഉണ്ടോ? എല്ലാരും ഇവിടെ ഉണ്ടോ? ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരത്തിനനുസരിച്ച് അടുക്കാതെ വണ്ണം അവന്റെ നടപ്പിൽ അവൻ നിഗളിച്ചു. സ്വതന്ത്രം. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരുശലേമിന്റെ മേലും ദൈവത്തിന്റെ കോപമുണ്ടായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന പറഞ്ഞു. നിങ്ങൾ കേട്ടോ? എന്തായിരുന്നു?
സർവശക്തനാകുന്ന ദൈവം ജീവിതത്തിൽ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളെന്ന് ആര് വിശ്വസിക്കുന്നോ അവർക്ക് വേണ്ടി ചില ഉപകാരങ്ങൾ ഈ നാളുകളിൽ വെളിപ്പെട്ടു വരും. എന്നാൽ അതിന്റെ മറുവശം കൂടെ കേൾക്കണം. മറുവശം കൂടെ കേട്ടാലേ നമുക്ക് ആ ഉപകാരത്തെ നിലനിർത്താൻ പറ്റും. മറുവശമാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവം ഹിസ്കിയാവിനും തന്റെ ജനത്തിനും ഉപകാരം ചെയ്തു. എന്നാൽ ദൈവം ചെയ്ത ഉപകാരത്തിനനുസരിച്ച് അവര് നടന്നില്ല, നിഗളിച്ചു. 3 വീഴ്ചയാണ് തിരുവെഴുത്തുപടി. ഒന്ന്, ദൈവം ചെയ്ത ഉപകാരത്തിനനുസരിച്ച് കൊടുക്കേണ്ട സ്തുതി ദൈവത്തിന് കൊടുത്തില്ല. 2, സൻഹേരിബിന്റെ മുമ്പാകെ കീഴടങ്ങി. 3, ചാരന്മാരെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ദൈവം ചെയ്ത ഉപകാരത്തിനനുസരിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ, ദൈവം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് കൊടുക്കേണ്ട സ്തുതികൾ കൊടുക്കാതെ നിഗളിച്ചു. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഉപകാരത്തിനനുസരിച്ചുള്ള മഹത്വം ദൈവത്തിന് നീ കൊടുക്കണം. അത് മാത്രം പോരാ, ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഉപകാരത്തിനനുസരിച്ച് താഴ്മയോടെ ജീവിക്കണം. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പല ഉപകാരങ്ങളും നഷ്ടപ്പെട്ടു പോയതിന്റെ കാര്യം ഒന്നുകൂടെ കയറി പറയാം. ദൈവം ചെയ്തുകൊണ്ടിരുന്ന പല ഉപകാരങ്ങളും നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം, ഒരു കാരണമാണ് ദൈവം എന്നെ വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നിനക്ക് ദൈവം ഉപകാരം ചെയ്തപ്പോൾ നീ നിഗളിച്ചു. നിനക്ക് ദൈവം ഉപകാരം ചെയ്തപ്പോൾ നിന്റെ താഴ്മ സ്വഭാവം മാറി. ദൈവം നിനക്ക് ഉപകാരം ചെയ്തപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതികൾ കൊടുക്കേണ്ട പോലെ കൊടുത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ചിലരോട് പറയുന്നു, മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. യേശുവിന്റെ നാമത്തിൽ ഉദാഹരണം പറയാം. ദൈവം നമുക്ക് നന്മ തരും. നന്മ തരുമ്പോ ആ നന്മയിൽ മാത്രം ആശ്രയിക്കരുത്, നന്മ തന്നവനെ ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് ഒരു ജോലി ചെയ്യുന്ന ആള് ജോലി ഇല്ലാതിരിക്കുന്നു. ജോലി ലഭിക്കുമ്പോ പിന്നെ പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയമില്ല, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. സ്തോത്രം ചെയ്യുന്നു. അവിടെ വരുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവം ചെയ്ത ഉപകാരത്തിനനുസരിച്ച് നീ നിൽക്കുന്നില്ല. നന്മ കൂടി, ജോലി കൂടി, തിരക്ക് കൂടി, പ്രാർത്ഥന കുറഞ്ഞു, ആരാധന കുറഞ്ഞു, ഉപവാസം കുറഞ്ഞു. അങ്ങനെ വരുമ്പോ എന്തെന്നറിയോ? ദൈവം ആ ഉപകാരത്തെ എടുത്തു കളയും. നിന്നോടുണ്ടായിരുന്ന ദൈവത്തിന്റെ ഫേവർ ദൈവം എടുത്തു കളയും. സ്തോത്രം, സ്തോത്രം. ദാനിയേല് ആ ദേശത്തിലെ പ്രധാന അധ്യക്ഷന്മാരിൽ ഒരുവനായിരുന്നിട്ടും ദിവസമുള്ള അവന്റെ പ്രാർത്ഥന അവൻ മുടക്കിയില്ല. ഹല്ലേലൂയ. മുടങ്ങിയോ? ഇല്ല. യേശുവിന്റെ നാമത്തിൽ. ദാവീദ് രാജാവായിരുന്നിട്ടും സന്ധ്യയ്ക്കും ഉച്ചയ്ക്കും
രാവിലെ കാലത്തും എല്ലാം ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ചെയ്ത പല ഉപകാരങ്ങളും എടുത്തു മാറ്റപ്പെട്ടെങ്കിൽ അതിന്റെ കാരണം പിശാചല്ല, അതിന്റെ കാരണം നീയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. ഇന്ന് പകലിൽ നമുക്കൊന്ന് ഉണരാം. എത്ര തിരക്കുണ്ടായാലും, എത്ര നന്മകൾ ഉണ്ടായാലും, എത്ര അഭിവൃദ്ധി ഉണ്ടായാലും, എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതികൾ, എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട ഉപവാസം, എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഞാൻ എന്റെ ദൈവത്തിന് കൊടുത്തിരിക്കും. ഇന്നലകളിൽ ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ എങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോ അതേപോലെ തന്നെ ഉള്ള കാലത്ത് ഞാൻ ദൈവത്തെ ശ്രമിക്കും. ഹല്ലേലൂയ. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. കുന്നംതാനത്ത് ഒരമ്മച്ചി, ഭർത്താവ് മരിച്ചുപോയി, 2 കുഞ്ഞുങ്ങൾ. പാറമടയിൽ ജോലി ചെയ്താണ് അമ്മച്ചി ആ കുഞ്ഞുങ്ങളെ വളർത്തിയത്. എന്നെ ശ്രദ്ധിച്ചിരിക്കും, കുഞ്ഞുങ്ങളെ വളർത്തിയത്. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവദാസൻ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോ അമ്മച്ചി കരയും. എന്തിനാ കരയുന്നേ? ഒരു ചെറിയ വീടാണ്, ഒരു കൊച്ചു വീട്, കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. അമ്മച്ചി കരയും. ദൈവദാസന്മാര് ചെന്ന് പ്രാർത്ഥിക്കുമ്പോ അമ്മച്ചി കരയും. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു. അമ്മച്ചി കരയുക. കൃപയാൽ അമ്മച്ചി അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തി, ഗവൺമെന്റ് ജോലിക്കാരായി. 2 നില വീട് ദൈവം കൊടുത്തു. അമ്മച്ചിയുടെ കഷ്ടതയെല്ലാം മാറി. അവിടെ വീണ്ടും പ്രാർത്ഥിക്കാൻ ചെന്നു. അവരുടെ നല്ല കാലത്ത്, അവരുടെ മോശമായ കാലത്ത് പ്രാർത്ഥിച്ചു, നല്ല കാലത്തും ചെന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, അമ്മച്ചി അന്നും കരയുന്നു. അമ്മച്ചിയോട് ചോദിച്ചൊരു ചോദ്യം, അമ്മച്ചി പണ്ട് കരഞ്ഞതിന് ഒരർത്ഥം ഉണ്ടായിരുന്നു. വീടില്ല, ഭർത്താവ് മരിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ട്, എങ്ങനെ ഇവരെ വളർത്തും, എങ്ങനെ ജീവിക്കും, എങ്ങനെ ഈ കൂരയ്ക്കകത്ത് കിടക്കും? അമ്മച്ചിയുടെ ഭാരങ്ങൾ അനവധിയായിരുന്നു. അമ്മച്ചി അന്ന് കരഞ്ഞതിന് ഒരർത്ഥം ഉണ്ടായിരുന്നു. ഇന്ന് അമ്മച്ചിയുടെ കുഞ്ഞുങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ. അമ്മച്ചിക്ക് 2 നില വീടാണ്. ഹല്ലേലൂയ. എല്ലാ സൗകര്യങ്ങളും കൃപയാൽ അമ്മച്ചിക്ക് ദൈവം തന്നു. ഇനി എന്തിനാ അമ്മച്ചി കരയുന്നേ? അമ്മച്ചി പറഞ്ഞു, ഇതെല്ലാം തന്നതിനാ കരയുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? പൊന്നു ദൈവദാസനെ, അന്ന് ഞാൻ കരഞ്ഞത് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തും. അന്ന് ഞാൻ കരഞ്ഞത് എനിക്ക് നല്ലൊരു വീടില്ല. അന്ന് ഞാൻ കരഞ്ഞത് എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും എന്നാണ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ കരയുന്നത് ആ സ്ഥാനത്ത് നിന്ന് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന്റെ കരുണലിനെ സ്നേഹത്തിനെയും ഓർത്താണ് ഞാൻ കരയുന്നത്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം നിങ്ങളത് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിൽ നിന്ന് അമ്മച്ചിക്ക് നന്മ ഇല്ലാത്ത കാലത്ത് എങ്ങനെ കരഞ്ഞോ അതേപോലെ തന്നെ അമ്മച്ചി ഉള്ള കാലത്തും ദൈവത്തെ കണ്ണുനീരോടെ സ്തുതിക്കാൻ തുടങ്ങി. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാനിരിക്കുന്ന ഉപകാരങ്ങളെ നീയായിട്ടില്ലാതാക്കരുതെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. എന്താണ് യഹോവ ചെയ്ത ഉപകാരം? വേഗത്തിൽ വരാം. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ വേഗത്തിൽ ആ ദൂതിനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരം? നമ്പർ 1, നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഒരാമേൻ പറഞ്ഞേ. ഒന്ന് വായിക്കാമോ? 3-ാം വാക്യം. 3-ാം വാക്യത്തിന്റെ മതി.
ദൈവം ചെയ്ത ഉപകാരം എന്താണ്? ഒന്ന്, നിന്റെ പാപത്തെ അവൻ ക്ഷമിച്ചു. നിന്റെ പാപത്തിന് പരിഹാരം തന്നു. സന്തോഷമുള്ളവര് രാമേൻ പറഞ്ഞു. സന്തോഷമുള്ള എത്ര പേരുണ്ട്? ആമേൻ, ഹല്ലേലൂയ. തിന്മ നിറഞ്ഞ, അനീതിയുള്ള, അന്യായമുള്ള, ദൈവത്തിന് ഹിതമില്ലാത്ത ജീവിതം നയിച്ച് ദൈവത്താൽ വെറുക്കപ്പെട്ട് നിത്യ നരകത്തിന് അവകാശികളായി, ഹല്ലേലൂയ, ദൈവത്തോട് പാപം ചെയ്ത് ജീവിച്ച നമ്മളെ, നമ്മുടെ അകൃത്യങ്ങളെ അവൻ മോചിച്ചു. എത്ര പേര് നന്ദിയോടെ ഹല്ലേലൂയ പറയും? എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവീക ജീവിതത്തിൽ നിന്ന് അകന്നവരാ നമ്മൾ. എന്തുവാ? ദൈവീക ജീവിതത്തിൽ നിന്ന് നമ്മൾ അകന്നു. ഹൃദയ കാഠിന്യത്തോടെ നമ്മൾ ജീവിച്ചു. പഴയ അനുഭവങ്ങളിൽ നമ്മൾ തഴമ്പിച്ചു. സ്തോത്രം. അശുദ്ധിയുള്ളവർ, അത്യാഗ്രഹികൾ, നമുക്കുള്ള പേരാ. നല്ല ബെസ്റ്റ് പേരായിരുന്നു നമുക്ക്. സ്തോത്രം. എന്താ? ദൈവീക ജീവിതത്തിൽ നിന്ന് അകന്നവർ, ഹൃദയ കാഠിന്യത്തിൽ ജീവിച്ചവർ, പഴയ അനുഭവങ്ങളിൽ തഴമ്പിച്ചവർ, അത്യാഗ്രഹികൾ, അശുദ്ധിയുള്ളവർ. സ്തോത്രം. അവർക്ക് ബൈബിൾ വിളിച്ചൊരു പേരുണ്ട്. എഫെസ്യ ലേഖനം 2:11 എടുക്കണ്ട, അഗ്ര ചർമ്മക്കാർ. എന്താ വിളിച്ചേ? സ്തോത്രം. നമ്മുടെ പേരെന്തായിരുന്നു? ധൈര്യമായിട്ട് പറഞ്ഞു, കാരണം ഇപ്പൊ ആ പേരില്ല, അതുകൊണ്ടാ ധൈര്യമായിട്ട് പറഞ്ഞോളാം. ഹല്ലേലൂയ. നമ്മുടെ പേരെന്തായിരുന്നു? അഗ്രജം ചർമ്മക്കാർ. അത്ര നീ എത്ര വലിയ കുടുംബത്തിലെ ആണേലും നിന്റെ നേരത്തെ നീ കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ പേര് അഗ്രചർമ്മിയ. സ്തോത്രം. നിന്റെ പാപത്തിന് വേണ്ടി കർത്താവായി യേശു ക്രിസ്തു പരിഹാരം നൽകി തന്നു. ആ കർത്താവിനെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ഏറ്റെടുക്കാത്ത പക്ഷം നീ ഏത് വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണേലും ബൈബിള് നിന്നെ വിളിക്കുന്നത് അഗ്രചർമ്മീന്ന. ഒന്നിനും കൊള്ളാത്ത കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും, ആരും അറിയാത്ത കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും, യേശുവിനെ, നിന്റെ പാപത്തിനു വേണ്ടി മരിച്ച ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞെങ്കിൽ നീയാണ് ഭാഗ്യം ചെയ്ത ദൈവമൈതൽ. ഹല്ലേലൂയ. ചേർന്നൊരാമേൻ പറഞ്ഞാട്ടെ. അപ്പം ദൈവീക ജീവിതത്തിൽ നിന്ന് അകന്നവരാ നമ്മൾ, അല്ലേ? ദൈവവുമായിട്ടൊരു ബന്ധവും ഇല്ലാതിരുന്നവർ, ഹൃദയ കാഠിന്യത്തിൽ ജീവിച്ചവരാ നമ്മൾ, അല്ലേ? അല്ലേ? അതറിയണമെങ്കിൽ അനുഭവ സാക്ഷ്യം ചോദിച്ചാൽ മതി. മര്യാദയ്ക്ക് വന്ന് ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? പറ. ഞാൻ എന്നെ അങ്ങ് പറയാം. എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു ഉപദേശി. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ഉപദേശിപ്പണി. പാസ്റ്റർ ആകുക, ദൈവവേല ചെയ്യുക, അന്യഭാഷ പറയുക, സുവിശേഷം പറയുക, പ്രസംഗിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഒരു ചിന്താഗതിക്കാരനായിരുന്നു ഞാൻ. സ്തോത്രം. അവിടെ നിന്നാണ് ദൈവം എന്നെ ഇപ്പോ നിങ്ങളുടെ നടുവിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഇതിലേക്കൊന്നും വരരുതെന്ന് ഹൃദയകാഠിന്യത്തോടെ ജീവിച്ചാളാ ഞാൻ. പക്ഷെ കർത്താവിനകത്ത് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഹൃദയകാഠിന്യത്തിൽ ജീവിച്ചവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവ സാക്ഷ്യം നോക്കിയാൽ മതി. അനുഭവ സാക്ഷ്യം നോക്കിയാൽ മതി. ഹല്ലേലൂയ. പ്രിയ അനുഗ്രഹയുടെ ഫാമിലി, അവര് പോകാത്ത അമ്പലങ്ങളില്ല. സ്തോത്രം. ഞാൻ ഏത് റൂട്ട് പോയാലും അവള് പറയും, ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടോ നേരത്തെ? സ്തോത്രം. പോകാത്ത അമ്പലങ്ങളില്ല.
കാണാത്ത ദൈവങ്ങളില്ല, ജ്യോത്സ്യന്മാരില്ല, ജ്യോതിഷമില്ല. എല്ലായിടത്തും അന്നത്തെ കാലത്ത് അവർ ഏത് ദൈവത്തെ വിശ്വസിച്ചോ ആ ദൈവത്തിന് അടിമപ്പെട്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ അകത്തവര് വരത്തില്ലെന്ന് തീരുമാനമെടുത്തവരാ. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ മാതാവ്, സൂമിലുണ്ട് അദ്ദേഹം, ഇതിൻ്റെ അകത്തില്ലെന്ന് കഠിനമായ ഹൃദയകാഠിന്യത്തോടെ തീരുമാനമെടുത്തതാ. പക്ഷെ ഇന്ന് അവര് ദൈവത്തെ അറിഞ്ഞു ജീവിക്കുകയും ഹല്ലേലൂയ കർത്താവിന്റെ വേലയും പ്രിയമകൻ ചെയ്യുന്നു. ദൈവം ആരാ? അപ്പൊ ഹൃദയകാഠിന്യമുള്ളവരായിരുന്നു നമ്മൾ. പഴയ അനുഭവങ്ങളിൽ തഴമ്പിച്ചവർ. ഈ തഴമ്പെന്ന് പറഞ്ഞ എന്തുവാ? പെട്ടെന്ന് വരുന്നതാണോ തഴമ്പ്? അല്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നവർക്കറിയാം. ഇന്നില്ല, ഇന്നതില്ല. സംവിധാനങ്ങള് വളരെ വളരെ ചുരുക്കമാണ്. കാരണം സ്തോത്രം, സ്വിച്ച് ഇടുമ്പോൾ വെള്ളം കിണറ്റിൽ നിന്ന് ടാങ്കി വരും. സ്തോത്രം, നിറയുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും തഴമ്പ് വല്ലം വന്നാൽ തന്നെ ഈ സ്വിച്ച് ഞെക്കുന്ന അറ്റത്ത് വല്ലം വന്നാലേ ഉള്ളൂ, അല്ലാതെ തഴമ്പ് വരാൻ ഒരു സാധ്യത ഇല്ല. പക്ഷേ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നവർക്കറിയാം. നിങ്ങൾ ഒരാഴ്ച, രണ്ടാഴ്ച, അല്ലെ പോട്ടെ ഒരു മാസം വെള്ളം കോരി കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യും? ചെറുതായിട്ടിത് ഇങ്ങനെ ചെറിയൊരു തടുപ്പ് വരും. പിന്നീട് അത് ആ തടുപ്പ് കട്ടിയായിട്ട് മാറും. പിന്നീട് ആ തഴമ്പ് പോകത്തില്ല. എന്ന് പറഞ്ഞാൽ തഴമ്പ് പെട്ടെന്ന് നമ്മളിൽ ഉണ്ടാകുന്നതല്ല. പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ച് തഴമ്പ് വന്ന് 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 അത് കട്ടിയായിട്ട് മാറും. ഇതുപോലെ ജീവിതാനുഭവങ്ങളിൽ തഴമ്പിച്ചവരായിരുന്നു നമ്മൾ. ഇന്നും ചിലരിൽ നിന്ന് ചില തഴമ്പ് മാറിയിട്ടില്ല. അത് സ്വഭാവത്തിൽ അറിയാം. ചില സ്വഭാവങ്ങള് എത്ര പറഞ്ഞിട്ടും മാറാത്തത്, ചില സ്വഭാവങ്ങൾ മാറ്റണമെന്ന് എത്ര പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ട് മാറാത്ത എന്നാന്നറിയാവോ? എവിടെയോ തഴമ്പിച്ചിട്ടുണ്ടത്. ഇനി എന്തുവാ മാർഗം? ഇനി എന്താ മാർഗം? തൂത്താ പോവോ? മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഒരു ഓയിൽമെന്റ് മേടിച്ചിട്ട് തഴമ്പുള്ളിടത്തോട്ട് 2 തൂപ്പ് തൂത്താ പോവോ? പോത്തില്ല. തഴമ്പ് പോത്തില്ല. പിന്നെന്ത് ചെയ്യണം? ഈ തഴമ്പിന്റെ ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോ ഇതെന്ത് ചെയ്യും? പഴുക്കും. ചിലപ്പോ ഇത് ആത്മീയ അർത്ഥമൊക്കെ വേണം മനസ്സിലാക്കി എടുത്തോണം. സ്തോത്രം. തഴമ്പ് ചിലപ്പോ പഴുക്കും, അതിവേദനയായിരിക്കും. അവസാനം കീറേണ്ടി വരും. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നമ്മുടെ പാപത്തെ ദൈവം ക്ഷമിച്ചു. അവൻ നമ്മളെ വീണ്ടെടുത്തു. കർത്താവ് നമ്മളെ തന്റെ സ്നേഹത്തിന്റെ തണലിലാക്കി. ഏതെങ്കിലും തഴമ്പിച്ച പഴയ സ്വഭാവം ഉണ്ടെങ്കിൽ നീ അത് മാറാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ഇല്ലേ, ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നാളെ അത് ഇരുന്ന് പഴുക്കും, ദൈവം അത് കീറും. സ്വോത്രം. വിട്ടുകളയേണ്ട സ്വഭാവം വിട്ടുകളയാൻ പരിശുദ്ധ ആത്മാവ് വചനത്തിലൂടെ സംസാരിക്കുകയാണ്. സ്വോത്രം. ഇല്ലെങ്കിൽ ദൈവം അതിനെ കീറും. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒന്നാമത്തെ ഉപകാരം, പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് നമ്മളെ അവൻ തന്റെ ഹല്ലേലൂയ സ്വന്തം പുത്രനെ അയച്ച് ഹല്ലേലൂയ പ്രാണത്യാഗം ചെയ്ത് അവൻ നമ്മളെ വീണ്ടെടുക്കുവാനിടയായിട്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നന്ദിയോടെ സ്തുതിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ, ചേറ്റിൽ കിടന്ന എന്നെ, കുപ്പയിൽ കിടന്ന എന്നെ അവൻ ഉയർത്തിയ ദൈവമാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ മലിനതയിൽ കിടന്ന നമ്മളെ
പാപത്തിന്റെ കുപ്പയിൽ കിടന്ന നമ്മളെ, പാപത്തിന്റെ അധീനതയിൽ കിടന്ന നമ്മളെ, പാപത്തിന്റെ ലോകത്തിൽ കിടന്ന നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ ഉപകാരങ്ങളെ മറക്കരുത്. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിന്നെ വീണ്ടെടുക്കാൻ ആർക്കും കഴിയാതെ വന്നപ്പോൾ, സ്വന്തം പുത്രനെ തന്ന്, സ്വന്തം പ്രാണൻ തന്ന്, നമ്മുടെ പാപത്തിന് പരിഹാരം തന്ന്, ദൈവത്തിന്റെ ഉപകാരത്തെ മറന്ന് ജീവിക്കരുത്. നിന്റെ കണ്ണ് മറക്കരുതത്, നിന്റെ കാത് മറക്കരുതത്, നിന്റെ നാവ് മറക്കരുതത്, നിന്റെ ശരീര അവയവങ്ങൾ മറക്കരുതത്, നിന്റെ പ്രവൃത്തി മറക്കരുതത്, നിന്റെ സംസാരം മറക്കരുത്. ദൈവം നിനക്ക് വേണ്ടി ചെയ്ത ഉപകാരത്തെ നീ മറക്കരുത്. സ്തോത്രം, സ്തോത്രം. നിന്റെ കൂട്ടുകെട്ടിൽ നീ മറക്കരുതത്, നിന്റെ പോക്കിലും വരവിലും മറക്കരുത്, നിന്റെ ബന്ധങ്ങളിൽ നീ അത് മറക്കരുത്. നീ എവിടെ പോയാലും, നീ എവിടെ വന്നാലും, നീ എവിടെ ഇരുന്നാലും, നീ എവിടെ നടന്നാലും, നീ എന്ത് സംസാരിച്ചാലും, നീ ആരുമായിട്ട് ബന്ധപ്പെട്ടാലും, ദൈവം നിനക്ക് വേണ്ടി ചെയ്ത ഈ ഉപകാരത്തെ നീ മറക്കരുത്. നിന്റെ സകല അകൃത്യങ്ങളിൽ നിന്നും, നിന്റെ സകല പാപങ്ങളിൽ നിന്നും അവൻ നിന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ. സാത്താൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ മുമ്പിൽ തന്റെ ജനത്തിനെതിരെ വാദമുയർത്തുന്നത് പാപത്തെ എടുത്തു കാണിച്ച. പുരോഹിതനായിരിക്കുന്ന യോശുവയെ കണ്ടപ്പോൾ ഹല്ലേലൂയ, പിശാച് പറഞ്ഞു, സാത്താൻ പറഞ്ഞു, ദാണ്ടവന്റെ വസ്ത്രത്തിൽ ഒരു കരി. ദൈവം പറഞ്ഞു, ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്തതാ. അടുത്ത പറയുന്നത്, വേഗത്തിൽ അവന്റെ വസ്ത്രം മാറാനാ ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ശത്രുവാകുന്നവൻ, പിശാചാകുന്നവൻ പാപത്തെ എടുത്തു നിർത്തിക്കൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളോടെതിരെ വാദി കെട്ടുന്നത്. പക്ഷെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ആ പാപത്തിനെ ഹല്ലേലൂയ പൂർണ്ണമായി പരിഹരിച്ച, നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ച, നമ്മുടെ പാപത്തിന് പൂർണ്ണ പരിഹാരം തന്ന ദൈവത്തിന്റെ ഉപകാരം നീ മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ഹല്ലേലൂയ. നിന്റെ പാപത്തെ ക്ഷമിച്ച, നിന്റെ പാപത്തെ പരിഹരിച്ച, നിന്നെ പാപ വിമോചകനാക്കിയ ദൈവത്തിന്റെ ഉപകാരം നീ മറക്കരുത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ പാപം കടും ചുവപ്പായിരുന്നു, ഹിമം പോലെ ദൈവം അത് വെളുപ്പിച്ചു. രക്താംബരത്തിന് തുല്യമായിരുന്നു, പക്ഷെ ദൈവം അത് പഞ്ഞി പോലാക്കി. ഒരാമേൻ എത്ര പേര് പറയും? നിന്റെ പാപത്തിനെ പരിഹരിച്ച, നിന്റെ പാപത്തെ വിടുവിച്ച, പാപത്തിൽ നിന്ന് നിന്നെ ഉദ്ധരിച്ച, പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നിന്നെ കരകയറ്റിയ, നിത്യ നരകത്തിൽ നിന്ന് നിന്റെ പേരിനെ വെട്ടി ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരിനെ എഴുതി ചേർത്ത ദൈവത്തിന്റെ ഉപകാരത്തെ നീ മറക്കരുത്. അതാണ് ഒന്നാമത് പറയുന്നത്, ദൈവം പാപത്തെ ക്ഷമിച്ച, അകൃത്യത്തെ മോചിച്ച ഉപകാരം മറക്കരുത്. രണ്ടാമത്തത് 3-ാം വാക്യത്തിൽ തന്നെ, അടുത്ത ഭാഗം ഒന്ന് വായിച്ചു. മതി. രണ്ടാമത് ദൈവം ചെയ്ത ഉപകാരം, നമ്മുടെ രോഗത്തെ അവൻ സൗഖ്യമാക്കി. രാമൻ എത്ര പേര് പറയും? രോഗത്തിന്റെ ഏതെങ്കിലും അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, ഈ പകൽ കർത്താവ് നിങ്ങളെ തൊടും. സ്തോത്രം. സൗഖ്യം അനുഭവിച്ചവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സൗഖ്യം, പല വിധത്തിലുള്ള സൗഖ്യങ്ങൾ പലർക്കും അനുഭവിച്ചിട്ടുണ്ട്, അല്ലേ? പക്ഷേ
ദൈവം എന്നെ വെളിപ്പെടുത്തിയ ചില സൗഖ്യങ്ങൾ, അല്ലെങ്കിൽ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞ ചില സൗഖ്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. എന്നാൽ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ അടിസ്ഥാന ഘടകമായി ഒരു വാക്യമുണ്ട്. സൗഖ്യം പ്രാപിക്കാൻ അടിസ്ഥാനമായി ഒരു വാക്യം. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ്. പുറപ്പാട് 15:26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തത്തില്ല. അടുത്തത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. രാമേ പറഞ്ഞു. ഈ വാക്യം മറക്കരുത്. ഹീലിംഗിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഈ വാക്യം മറക്കരുത്, ഹൃദയത്തിൽ എഴുതി വെച്ചോണം. എന്റെ ചോദ്യം, യേശു കർത്താവ് ഈ ലോകത്തിൽ അവതരിച്ചു, 33.5 വയസ്സ് വരെ ജീവിച്ചു. 3.5 വർഷക്കാലം കർത്താവ് തന്റെ വേല ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാലയളവിന്റെ അകത്ത് കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും സൗഖ്യമാക്കിയിട്ടില്ല. സ്തോത്രം. എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കിയിട്ടില്ല. അതുവഴി ഇതുവഴി പോകുന്നവനെ എല്ലാം ക്രിസ്തു എന്ത് ചെയ്തില്ല? സൗഖ്യമാക്കിയില്ല. സ്തോത്രം. അല്ലേലി ഏതാണ്ട് ഒരു രോഗി പോകുന്ന സൗഖ്യമാക്കിയേക്കാം, ഏതാണ്ട് ഒരു രോഗി കിടക്കുന്ന സൗഖ്യമാക്കി. അങ്ങനെ എല്ലാവരെയും ക്രിസ്തു സൗഖ്യമാക്കിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. പലരും തന്റെ അടുത്ത് വന്നു. എങ്ങനെ വന്നു? വിശ്വാസത്തോടെ വന്നു. ചിലരെ സൗഖ്യമാക്കാൻ ക്രിസ്തുവിന് നിയോഗം ലഭിച്ചു. ആമേൻ. കാണുന്നവരെ എല്ലാം സൗഖ്യമാക്കിയവനല്ല കർത്താവ്, തനിക്ക് നിയോഗം ലഭിച്ചവരെയും തന്റെ അടുക്കൽ വിശ്വാസത്തോടെ വന്നവരെയും അവൻ സൗഖ്യമാക്കി. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. അതിന്റെ അകത്തൊരു സംശയം വേണ്ട. പക്ഷേ സൗഖ്യം ആഗ്രഹിക്കുന്നവർ ഈ വചനം ഹൃദയത്തിൽ എഴുതി വെച്ചോ. നീ അതുവഴി ഇതുവഴി എല്ലാം നടന്നിട്ട് നിനക്ക് സൗഖ്യം വേണോന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടത്തില്ല. പോകുന്ന വഴി കൂടെല്ലാം പോയിട്ട് സൗഖ്യം വേണോന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. എന്താ പറയുന്നത്? ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കണം. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കണം. നമ്മളോട് ദൈവവചനത്തിൽ കൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഉപദേശങ്ങൾ, വചനത്തിന്റെ വിധികൾ നമ്മൾ അനുസരിക്കണം. അത് പ്രമാണിക്കണം. ആമേൻ. അത് പ്രമാണിച്ചാൽ നിനക്കൊരു വ്യാധിയും ഞാൻ വരുത്തത്തില്ല. കാരണം നിന്നെ ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ പത്യോപദേശത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലാണ് നീ എങ്കിൽ, നിന്നിൽ ഏതെങ്കിലും രോഗശക്തികൾ ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇന്ന് പകൽ സൗഖ്യമാക്കുന്ന ദൈവം ഇതിന്റെ അകത്തിറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ അവന്റെ വാക്ക് കേട്ടനുസരിച്ചാണ് ജീവിക്കുന്നത്.
ഞാൻ അവന്റെ വചനത്തെ പ്രമാണിച്ചാണ് ജീവിക്കുന്നത്. എനിക്ക് സൗഖ്യത്തിന് അവകാശമുണ്ടെന്ന് ഉറപ്പുള്ളവർ ആത്മാവിൽ അല്പനേരം പ്രാർത്ഥിച്ചു. ഇന്ന് സൗഖ്യമാക്കുന്ന ദൈവം, നിന്നെ വിടുവിക്കുന്ന ദൈവം, നിന്റെ രോഗത്തെ എടുത്തു കളയുന്ന, ചിലതിനെ വേരോട് പറിച്ചു കളയുന്ന, ഹീലിങ്ങിനെ കൈമാറുന്ന, ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് അരുളി ചെയ്ത നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചില രോഗങ്ങൾ അഴിയും. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് ഇടപെട്ടു. ചിലരുടെ ശരീരത്തിന്റെ മേൽ ഭരിക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് പകൽ സൗഖ്യമാക്കുന്ന, വിജോപാസനോടല്ല, സർവശക്തനാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് നിന്റെ ചില രോഗത്തെ, രോഗബന്ധനത്തെ, രോഗത്തിന്റെ ആത്മാവിനെ ഇന്ന് പകൽ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അനുഭവിക്കാൻ ആഗ്രഹമുള്ളവർ, പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ ഇന്ന് മകൾ ഏൽപ്പിച്ചു കൊടുക്ക. സൗഖ്യമാക്കുന്നവൻ ഇതിന്റെ അകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നു. വേണ്ടുന്നവർ പ്രാർത്ഥിച്ചോണം. വേണ്ടുന്നവർ ചാരത്ത് ദൂരത്ത് വരി. വേണ്ടുന്നവർ പ്രാർത്ഥിച്ചോണം. ചില സൗഖ്യങ്ങൾ ഇന്ന് മകൻ നടക്കുന്നു. അവന്റെ വാക്ക് കേട്ടനുസരിച്ച്, അവന്റെ വചനങ്ങളെ പ്രമാണിച്ച് ജീവിക്കുന്ന ദൈവ പൈതലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാസ്റ്ററെ, ഞാൻ തെറ്റിപ്പോയിട്ടില്ല, ഞാൻ വഴിമാറി പോയിട്ടില്ല, ഞാൻ പിന്തിരിഞ്ഞു പോയിട്ടില്ല, സൗഖ്യത്തിന് ഞാൻ അർഹതയുള്ളവനാണെന്ന് ഉറപ്പുള്ളവർ ഇന്ന് ദൂതനെ സ്വീകരിക്കുക. നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, നിന്നെ വിടുവിക്കുന്ന ദൈവം ഇന്ന് പകൽ ഇതിന്റെ അകത്ത് അവൻ നടകൊള്ളുന്നുണ്ട്. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സൗഖ്യം വേണ്ടവർ പ്രാർത്ഥിച്ചോണം. എനിക്ക് ഒരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ പ്രാർത്ഥിച്ചോണം. ഇന്ന് പകല് ചില ഹീലിംഗ് ഇതിന്റെ അകത്ത് ഞാൻ സൗഖ്യമാക്കുന്ന ദൈവം. ഇത് പറഞ്ഞത് മനുഷ്യനല്ല, ഇത് പറഞ്ഞത് വിജയപാസല്ല, ഇത് പറഞ്ഞത് സർവശക്തനായ, ഇന്നും ജീവിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ ദൈവമാണ്. ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ നിന്നെ മാറി അലട്ടുന്ന ചില രോഗക്കെടുതികൾ, ചില രോഗബന്ധനങ്ങൾ, ചില രോഗത്തിന്റെ ആത്മാവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ചുഴലുകൾ അഴിഞ്ഞ് അതിന്റെ വേരുകൾ അറക്കപ്പെട്ട് നിന്റെ അവരൊരു വിടുതൽ ശ്രമിക്കണം. സൗഖ്യമേറ്റട് ഇന്ന് പകൽ അത് നടക്കുക. എന്നെ ശ്രദ്ധിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഞാൻ 3 സൗഖ്യം വേഗത്തിൽ പറയാം. സങ്കീർത്തനങ്ങൾ 41:3. എടുക്കണ്ട. ബൈബിൾ അടച്ചു. നിങ്ങൾ ബൈബിളെ നോക്കിയിരുന്നാൽ ശരിയാകത്തില്ല. എന്നെ ശ്രദ്ധിച്ചു എഴുതി വെച്ചാൽ മതി. സങ്കീർത്തനങ്ങൾ 41:3. രോഗത്തിന്റെ ശയ്യ. രോഗത്തിന്റെ ശയ്യ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ എന്റെ രോഗത്തിനെ അഴിച്ചു. രാമൻ പറഞ്ഞു, രോഗശയ്യകളിൽ കിടക്കുമ്പോ താങ്ങുന്നൊരു ദൈവമുണ്ട്. രോഗത്തിന്റെ ശയ്യ എന്ന് പറഞ്ഞാൽ ദുർബലമായ, ശോഷിക്കുന്ന, തളരുന്ന, ഉന്മേഷമില്ലാതെ വരുന്ന, മന്ദതയുള്ള, ഇതൊക്കെയാ വാക്കിന്റെ അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. എന്താ? ഇതുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോണം കേട്ടോ. ദുർബലമായ, ശോഷിക്കുന്ന, ഇത് വെച്ചാൽ നന്നാവുന്നില്ല, തളരുന്ന, തളർച്ച, ഉന്മേഷമില്ലായ്മ, മന്ദത. ഷുഗർ എന്ന് പറഞ്ഞിരിക്കുക. അത്ര എല്ലാം ഷുഗറൊന്നും അല്ല, ചില വിഷയമുണ്ട്. അത്ര പ്രാർത്ഥിച്ചോ ശക്തമായിട്ട്. ഞാൻ ആത്മനിയോഗത്തിലാണ് ഇത് പറയുന്നത്.
കർത്താവ് പറയാ, ഞാൻ അതിനെ അഴിക്കും, ഞാൻ അതിനെ അഴിക്കും. എന്നോട് ദൈവം, എനിക്ക് കൂടുതൽ ഞാനത് വിശദീകരിക്കുന്നില്ല, ഡയറക്റ്റ് ദൂത് പറയാൻ ആത്മാവ് ഇടപെടുക. നിന്റെ ശരീരത്തെ തളർത്തുന്ന, നിന്റെ ശരീരത്തെ ശോഷിപ്പിക്കുന്ന, നിന്റെ ശരീരത്തെ ദുർബലമാക്കുന്ന, നിന്റെ ശരീരത്തെ ഉന്മേഷത്തെ നഷ്ടപ്പെടുത്തുന്ന, നിനക്ക് മന്ദതയിടുന്ന ചില രോഗത്തിന്റെ ശയ്യ ഇന്ന് പകൽ അവൻ എടുത്തു കളയാൻ പോവുക. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ, വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ, വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ. നിന്റെ ശരീരത്തിൽ വിതയ്ക്കുന്ന മന്ദത, നിന്റെ ശരീരത്തെ ശോഷിപ്പിക്കുന്ന അനുഭവം, നിന്റെ ശരീരത്തെ ദുർബലമാക്കുന്ന അനുഭവം, നിന്റെ ശരീരത്തെ തളർത്തുന്ന അനുഭവം ഇന്ന് വരെ ദൈവത്തെ അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിന്റെ മേൽ ആഴത്തിൽ വെളിപ്പെടുകയാണ്. അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, രോഗശക്തികൾ അഴിഞ്ഞു മാറട്ടെ. എന്ത് കഴിച്ചിട്ടും ശരീരത്തിൽ വെളിപ്പെടാതെ ദിനംതോറും ശരീരത്തെ ശോഷിപ്പിക്കുന്ന, ശരീരത്തെ തളർത്തുന്ന, ശരീരത്തെ ദുർബലമാക്കുന്ന, മന്ദതയിടിപ്പിക്കുന്ന രോഗബന്ധനം ഇന്ന് പകൽ അഴിയുകയാണ്. അനുഭവിക്കുന്നവർ പ്രാർത്ഥിച്ച ആത്മാവിൽ ഉറക്കം തൂങ്ങിയിരിക്കാതെ പ്രാർത്ഥിക്കാൻ. അന്തരമേ സർവേക്കൽ ഇരിക്കുന്ന പോലെ ഇരിക്കാതെ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിക്കാൻ. ഇന്നു വരെ ചില രോഗശക്തികൾ ചില ശരീരങ്ങളിൽ നിന്ന് സൗഖ്യമാക്കുന്ന ദൈവം നിങ്ങളെ വിടുവിച്ചു തുടങ്ങിയ വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ദുർബലമാക്കുന്ന, നിന്നെ ഒന്നിനും കൊള്ളാത്തതിനെയാക്കുന്ന, നിന്നെ തളർത്തുന്ന, നിന്നെ മന്ദതപ്പിക്കുന്ന ചില രോഗത്തിന്റെ ശയ്യകളെ ഇന്നവൻ മാറ്റി വിരിക്കാൻ പോവുക. അവൻ മാറ്റി വിരിക്കാൻ പോവുക. അവൻ മാറ്റി വിരിക്കാൻ പോവുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ചില രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് രോഗത്തിന്റെ ശയ്യ, മനസ്സിലായോ? ഇന്ന് പകൽ അത് അഴിഞ്ഞോണ്ടിരിക്കുക. പ്രാർത്ഥിച്ചോ. ദൈവം നിന്റെ ശരീരത്തിൽ നിന്ന് ചില രോഗത്തെ അഴിച്ചോണ്ടിരിക്കുക. 147 സങ്കീർത്തനം 3-ാമത്തെ വാക്യം, മനം തകർന്നവരുടെ മുറിവ്. എന്താ? മനം തകർന്നവരുടെ മുറിവ്. 147 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ഇങ്ങനെയാ വായിക്കുന്ന. 147 സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചോളാം. ഹല്ലേലൂയ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. 2-ാമത്തെ സൗഖ്യം. 1-ാമത്തെ സൗഖ്യം ശാരീരിക സൗഖ്യം. 1-ാമത്തെ സൗഖ്യം ശാരീരിക സൗഖ്യം. എന്നാൽ 2-ാമത്തെ സൗഖ്യം മാനസിക സൗഖ്യമാണ്. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു. ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഉപകാരം, 2-ാമത്തെ സൗഖ്യം, നിന്റെ മാനസിക തകർച്ചയെ ഇന്നവൻ സൗഖ്യമാക്കാൻ പോവുക. മാനസികമായി തകർന്നിരിക്കുന്ന, മാനസികമായി മുറിവുള്ള ചിലരെ കണ്ട് ദൈവാത്മാവ് പറയുക, നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം ഇന്ന് പകൽ ഇതിനകത്തോട്ട് ചില മാനസിക മുറിവുകൾ, ചില മാനസിക തകർച്ചകൾ എന്റെ ദൈവം വിടുവിക്കുന്നു.
ആവശ്യമുള്ളവർ പ്രാപിക്കട്ടെ. മാനസിക മുറിവുകൾ, മാനസിക മുറിവുകൾ ഒരു മെഡിസിനും കഴിയാത്ത, ഒരു ഡോക്ടർക്കും കഴിയാത്ത ചില മാനസിക മുറിവുകളെ എന്റെ കർത്താവ് കെട്ടപോകയോ. സാധിക്കുക വാക്കുകളിൽ മുറിവ് വന്ന, വാക്കുകളിൽ മുറിവ് വന്ന, പ്രവൃത്തിയിൽ മുറിവ് വന്ന ചില മാനസിക മുറിവുകളെ അവൻ സൗഖ്യമാക്കാൻ പോകുന്നു. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. എത്ര കരഞ്ഞിട്ടും, എത്ര കരഞ്ഞിട്ടും മാറാത്ത ചില മുറിവുകളെ ഇന്ന് കർത്താവ് തൊടുന്നു, ഇന്ന് കർത്താവ് തൊടുന്നു. എത്ര കരഞ്ഞിട്ടും മാറാത്ത ചില മുറിവുകളെ എന്റെ കർത്താവ് ഇന്ന് പകൽ മുറിവുകളാണ്. പ്രാപിക്കുക, പ്രാപിക്കുക, പ്രാപിച്ചെടുക്കുക, പ്രാപിച്ചെടുക്കുക. അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു, അവന്റെ മുറിവുകളെ അവൻ കെട്ടുന്നു. സൗഖ്യത്തിന്റെ രണ്ടാമത്തെ ഉപകാരം, നിന്റെ മാനസിക സൗഖ്യം അവൻ നിനക്ക് തരുന്നു. 3 41 സങ്കീർത്തനം 8 വാക്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു. ഓ ജീസസ്, കണ്ടോ, ഒരു ദുർവ്യാധി അവന് പിടിച്ചു, അവൻ കിടപ്പിലായി, ഇനിയും എഴുന്നേക്കത്തില്ല. ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവം എന്നോട് പറയാ, നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്നെ കിടത്തിക്കളയുമെന്ന് പറയുന്നിടത്ത് നിന്നെ വിടുവിക്കുന്ന സൗഖ്യം വ്യാപരിക്കുകയാണ്. നിന്റെ കുടുംബത്തെ കിടത്തിക്കളയുമെന്ന് പറയുന്നിടത്ത് സൗഖ്യം വ്യാപരിക്കുക. നിന്നെ കിടത്തിക്കളയുമെന്ന് പറയുന്നിടത്ത് സൗഖ്യം വ്യാപരിക്കുന്നു. അവനൊരു ദുർവ്യാധിയെ പിടിച്ചു, അവൻ കിടപ്പിലായി. ദൈവം പറയാ, ആ ദുർവ്യാധി ഞാൻ അഴിക്കാൻ പോവാ, ആ ദുർവ്യാധി അഴിയുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നെ കിടപ്പിലാക്കാൻ നോക്കുന്ന ആ ദുർവ്യാധി അഴിയാൻ പോവുക. നിന്നെ കിടപ്പിലാക്കാൻ നോക്കുന്ന ചില ദുർവ്യാധികൾ എന്റെ കർത്താവ് ഇന്ന് പകൽ വിടുവിക്കുന്നു. എഴുന്നേൽക്കുകയില്ലെന്ന് അവർ വിചാരിച്ചു. പക്ഷേ എന്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സങ്കീർത്തനക്കാരന്റെ ഒരു പ്രാർത്ഥന, സങ്കീർത്തനക്കാരന്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കേണ്ടതിന് നിന്റെ അകത്തും എന്നെ എഴുന്നേൽപ്പിക്കണം. ഇന്ന് പകൽ ആരോട് ദൈവം ഇടപെടുക, ദൈവം ഇടപെടുക. നിന്നെ കിടപ്പിലാക്കാൻ നോക്കുന്ന ദുർവ്യാധികളുടെ നടുവിൽ എന്റെ ദൈവമേ, നിന്റെ ശത്രു നിന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കേണ്ടതിന് ഇന്ന് പകൽ നിന്നെ വിടുവിക്കാൻ അവൻ ഇതിന്റെ പ്രയത്നി വന്നിട്ടുണ്ട്. പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിക്കട്ടെ, പ്രാപിക്കാൻ കഴിയുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. നിന്റെ ശത്രു നിന്നെ ചൊല്ലി ജയഘോഷം
ഉള്ള വിധി കേട്ടതിന് നിന്നെ സൗഖ്യമാക്കുന്ന, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിന്റെ അകത്തുണ്ട്. അവൻ ചെയ്ത ഉപകാരം മറക്കരുത്. എന്താ മറക്കരുത്? ശത്രു പലപ്പോഴും നിന്നെയും നിന്റെ കുടുംബത്തെയും ചൊല്ലി ജയഘോഷം കൊണ്ടിടാൻ, ആർപ്പിടാൻ, ആഘോഷം തീരുമാനിച്ചിരുന്ന സമയത്ത് ശത്രുവിന്റെ മുന്നിൽ ഉയർത്തിയ ദൈവത്തിന്റെ ഉപകാരം നീ മറക്കരുത്. നിന്നെ കിടത്തി കളയാൻ ഉപകാരം നീ മറക്കരുത്. നിന്നെ വിടുവിച്ച ഉപകാരം നീ മറക്കരുത്. പ്രാണനെ വിട്ടുകൊടുക്ക, മരണത്തിന് വിട്ടുകൊടുക്കാതെ, കിടപ്പിലാക്കാതെ പല ദുർവ്യാധികളും നിനക്കെതിരെ എഴുന്നേറ്റ് വന്നിട്ടും അവൻ നിന്നെ വിടുവിച്ചത് നീ മറക്കരുത്. പിന്നിട്ട ജീവിതയാത്രയിൽ കിടപ്പിലായി പോകേണ്ട സാഹചര്യത്തിന്റെ നടുവിൽ നിന്നെ കിടപ്പിലാക്കാതെ, ശത്രുക്കൾ ചൊല്ലിച്ചിരിക്കാതെ നിന്നെ നിർത്തിയ ദൈവത്തിന്റെ ഉപകാരം നീ മറക്കരുത്. ഓ ജീസസ്, ഉപകാരം മറക്കരുത്, ഉപകാരം മറക്കരുത്. സങ്കീർത്തനക്കാരൻ പറയാ, അവൻ നിങ്ങളെ സൗഖ്യമാക്കിയ ദൈവമാണ്. ആ ഉപകാരം നിങ്ങൾ മറക്കരുത്. ജീസസ് പല രോഗത്തെയും അവൻ സൗഖ്യമാക്കിയില്ലേ? ഹോസ്പിറ്റലിൽ എത്രയോ ലക്ഷങ്ങൾ കൊണ്ട് ചിലവാക്കി കളയേണ്ട തുക ഒറ്റ പ്രാർത്ഥനയ്ക്കകത്ത്, ഉപവാസത്തിന്റെ അകത്ത്, നിന്റെ സമർപ്പണത്തിന്റെ അകത്ത് വിടുവിച്ച ദൈവത്തിന്റെ ഉപകാരത്തെ നീ മറക്കരുത്. കരങ്ങളടിക്കുന്നവർ ശക്തിയോടെ, കരങ്ങളടിക്കുന്നവർ ശക്തിയോടെ, തുറന്ന് സ്തുതിക്കുന്നവർ ശക്തിയോടെ. കോംപ്രമൈസ് ചെയ്യരുത്. ദൈവത്തെ സ്തുതിക്കാൻ കോംപ്രമൈസ് ചെയ്യരുത്. ദൈവത്തെ സ്തുതിക്കാൻ നാണക്കേട് വേണ്ട, ലജ്ജ വേണ്ട. കാരണം അവൻ എന്റെ ജീവിതത്തിൽ ഉപകാരം ചെയ്തിരിക്കുന്നു. കിടക്കയിൽ നിന്ന്, രോഗശയ്യയിൽ നിന്ന്, മനത്തകർച്ചയിൽ നിന്ന് എന്നെ വിടുവിച്ചത് മനുഷ്യനല്ല, എന്റെ ദൈവം. സമയം പോകുന്നല്ലോ. ഞാൻ വേഗത്തിൽ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുന്നു. 4-ാമത്തെ വാക്യം. മൂന്നാമത്തെ ഉപകാരം, 4-ാമത്തെ, അവൻ നിന്റെ ജീവനെ മതി. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത മൂന്നാമത്തെ ഉപകാരം, അവൻ നമ്മളെ വീണ്ടെടുത്തു. ഒരാമേ പറഞ്ഞേ. അവൻ എന്നെയും നിന്നെയും എന്തുവാ വീണ്ടെടുത്തെ? നമ്മുടെ ജീവനെ വീണ്ടെടുത്തു. ഒരാമേ പറഞ്ഞു. ഒരു മനുഷ്യന് ഈ ലോകത്തിലെ ഏറ്റവും വലുത് അവന്റെ പ്രാണനാണ്. അവന്റെ പ്രാണൻ കഴിഞ്ഞിട്ട് വേറെന്തും ഉള്ളൂ. ജീവൻ കഴിഞ്ഞിട്ട് പലരും, നമുക്കറിയാം, യൂട്യൂബിൽ, വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കാണാറുള്ളതാണ്. വന്യമൃഗങ്ങൾ പാവം പിടിച്ചവരെ കടിച്ചു മുറിച്ച് തിന്നുമ്പോ മരണത്തിലേക്ക് പോകുമ്പം സർക്കാർ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ പ്രഖ്യാപിക്കുവര്, അല്ലേ? പക്ഷെ പലരും ചോദിക്കുന്നൊരു ചോദ്യം ഇതാ, ജീവൻ പോയിട്ട് 5 കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ജീവൻ പോയിട്ട് 10 കൊടുത്തിട്ട് എന്തു പ്രയോജനം? എന്ന് പറഞ്ഞാൽ പ്രാണനേക്കാളും വലുതല്ല ഒന്നും. അതുകൊണ്ടാ യേശുവിന്റെ സ്നേഹം വലുതാന്ന് പറയുന്നത്. മറ്റുള്ള ഏത് സ്നേഹത്തെക്കാട്ടിലും നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ സ്നേഹം വലുതാണെന്ന് പറയാനുള്ള കാര്യം, പ്രാണനെക്കാട്ടിലും വലുതായി മനുഷ്യനൊന്നുമില്ല. അവന്റെ ജീവനാണ്, സ്വന്തം ജീവനാണ് ഏതു മനുഷ്യനും വലുത്. ഹോസ്പിറ്റലിൽ അത്യാസന നിലയിൽ വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോഴും അല്ലെങ്കിൽ കടം മേടിച്ചും വിറ്റും പിറക്കിയും ഒക്കെ പൈസ കൊണ്ടുവന്ന് അടയ്ക്കുന്നത്, നെട്ടോട്ടം ഓടുന്നത് ജീവൻ നിലനിർത്താൻ, അല്ലേ? ക്രൈസ്തവരോട് ഹല്ലേലൂയ. ഉള്ളതൊക്കെ വിൽക്കാനും തയ്യാറാകുന്ന എപ്പോഴാണെന്നറിയാമോ? ജീവൻ നിലനിർത്തേണ്ട സമയത്താണ്. ഉള്ളതെല്ലാം വിറ്റ് ചികിത്സിക്കാനും ഹല്ലേലൂയ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ജീവനാണ് ഏറ്റവും വലുത്. ജീവനാണ് ഏറ്റവും വലുത്. പ്രാണനാണ് ഏറ്റവും വലുത്.
പക്ഷെ യേശുവിന്റെ സ്നേഹം എല്ലാത്തിലും വലുതാന്ന് പറയാൻ കാര്യം, ആ പ്രാണൻ തന്നാണ് അവൻ സ്നേഹിച്ചത്. ഒരു മനുഷ്യന് പ്രാണനാണ് വലുത്, പക്ഷേ ആ പ്രാണൻ പോലും തന്നാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് യേശുവിന്റെ സ്നേഹമാണ് വലുത് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ, ഇവിടെ പറയുന്നു നമ്മുടെ ജീവനെ അവൻ വീണ്ടെടുത്തു. മനസ്സിലാക്കാൻ ഒരു വാക്യം ഞാൻ വായിക്കാം. 56-ാം സങ്കീർത്തനം 13-ാം വാക്യം ഞാൻ വായിച്ചോളാം. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചു. ഓ, ഒരാമൻ എത്ര പേര് പറയും? ഒരാമൻ എത്ര പേര് പറയും? നിന്നെ വീണ്ടെടുത്തു എന്തിനാ? ജീവന. ജീവന. നിന്നെ വീണ്ടെടുത്തത് ജീവൻ. ആ ജീവനെ കുറിച്ചാ പറയാം. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ. ജീവന്റെ പ്രകാശം ആരാ? ജീവന്റെ പ്രകാശം ആരാ? നമ്മുടെ കർത്താവായ ക്രിസ്തുവാണ്. ജീവന്റെ പ്രകാശത്തിൽ ഞാൻ നടക്കേണ്ടതിന് എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും. ഒരു ഹല്ലേലൂയ എത്ര പേര് പറയും? എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ വരാനിരുന്ന ഇടർച്ചയിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവം നിന്റെ ജീവിതത്തിൽ മൂന്നാമത് ചെയ്ത ഉപകാരം, അവൻ നിന്നെ വീണ്ടെടുത്തു. എന്തിന് വീണ്ടെടുത്തു? ഏതിൽ നിന്ന് വീണ്ടെടുത്തു? മരണശക്തിയിൽ നിന്ന്, മരണത്തിൽ നിന്ന്, മരണബന്ധനത്തിൽ നിന്ന്, മരണത്തിന്റെ പോരുകളിൽ നിന്ന്, മരണത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്ന്, മരണത്തിന്റെ ശക്തിയിൽ നിന്ന് അവൻ നിന്നെ വീണ്ടെടുത്തു. എന്തിന്? ജീവന്റെ പ്രകാശത്തിലേക്ക്, നിത്യമായ ജീവനിലേക്ക് നീ എത്തപ്പെടേണ്ടതിന് നമ്മുടെ വീണ്ടെടുത്തു. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? നന്ദി പറയാൻ കഴിയുന്നവർ നന്ദി പറയണം. നന്ദി പറയാൻ കഴിയുന്നവർ നന്ദി പറയണം. നിത്യമായ ജീവനിലേക്ക്, ജീവന്റെ പ്രകാശത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തിച്ചേരേണ്ടതിന് മരണത്തിൽ നിന്ന് നമ്മുടെ പ്രാണനെ, ഇടർച്ചയിൽ നിന്ന് നമ്മുടെ കാലുകളെ വിടുവിച്ച ദൈവത്തിന്റെ ഉപകാരം മറക്കരുത്. ഉപകാരം മറക്കരുത്. നിത്യ നരകാഗ്നിയിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോകേണ്ട സാഹചര്യത്തിൽ ജീവന്റെ പ്രകാശത്തിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ മരണത്തിന്റെ ശക്തികളെ അഴിച്ചൊരു ദൈവമുണ്ട്. അഴിച്ചൊരു ദൈവമുണ്ട്. അടിമത്യനായ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തെന്ന 3-ാം നാൾ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? എന്നുറക്കം പ്രഖ്യാപിച്ച് മരണത്തിനെയും പാതാളത്തിനെയും തന്റെ കാൽ കീഴിലാക്കി, അതിന്റെ മരണത്തെയും പാതാളത്തെയും ജയിച്ചെഴുന്നേറ്റവൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരമാണ് ജീവന്റെ പ്രകാശത്തിലേക്ക് നിന്റെ പ്രാണനെ കൊണ്ടുവന്നത്. ഉപകാരം മറക്കരുത്. ഉപകാരം മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരം മറക്കരുത്. നിത്യ നരകത്തിലേക്ക് നിന്റെ പ്രാണൻ പോകുമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ജീവന്റെ പ്രകാശത്തിലേക്ക് നമ്മുടെ പ്രാണനെ വഴിതിരിച്ചു വിട്ട ദൈവത്തിന്റെ ഉപകാരം മറക്കരുത്. നന്ദിയോടെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇതിലും വലിയൊരു ഉപകാരം എനിക്ക് പ്രസംഗിക്കയില്ല. ഈ സങ്കീർത്തനക്കാരന് പറയാനില്ല. നിനക്ക് വീട് മേടിച്ചതോ, നീ കാറ് മേടിച്ചതോ, ഹല്ലേലൂയ സ്തോത്രം, ഒന്നും അല്ലെന്നേ. നിന്റെ പ്രാണനെ ജീവന്റെ പ്രകാശത്തിലാക്കിയ ദൈവം ചെയ്ത ഉപകാരമാണ് വലിയ ഉപകാരം. അല്ലാതെ നിനക്ക് ഇവിടെ വർക്ക് കിട്ടുന്നതോ, നീ ജോലി ചെയ്യുന്നതോ, നീ ബംഗ്ലാവ് പണിയുന്നതോ അല്ല ദൈവം ചെയ്ത ഉപകാരം. ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരം നിന്റെ പ്രാണനെ നിത്യജീവൻ അവകാശത്തിലേക്ക് തിരിച്ചതാണ് ദൈവം ചെയ്ത ഉപകാരം. സ്തോത്രം. അവസാന കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 5-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യം. പുതുകി വരത്തക്കവണ്ണം. പുതുകി വരത്തക്കവണ്ണം. അടുത്ത വായിച്ചു.
നാലാമത്തെ ഉപകാരം നിനക്ക് തൃപ്തി വരുത്തുന്ന ദൈവം. നാലാമത്തെ ഉപകാരം ദൈവം നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. എന്റെ ഒരു നിഗമനം അനുസരിച്ച് ഒട്ടും തൃപ്തിയില്ലാത്തത് പെന്തക്കോസ്തുകാരാണ്. അവർക്ക് ദൈവം എന്നാ ചെയ്താലും ഒരു തൃപ്തിയില്ല. അത് പാസ്റ്റർമാരാലും കൊള്ളാം, വിശ്വാസികളാലും കൊള്ളാം, ദൈവം എന്നൊക്കെ ചെയ്താൽ ഇവർക്കൊരു തൃപ്തിയില്ല. 1000 കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് 2000 വേണം. 100 വേണ്ടി പ്രാർത്ഥിച്ചവന് 1000 ദൈവം കൊടുത്തു. ഇപ്പൊ അവൻ പ്രാർത്ഥിക്കുന്ന 2000. ഹല്ലേലൂയ. അങ്ങനെ ഓരോ കാര്യം എത്ര പ്രാർത്ഥിച്ചാലും തൃപ്തിയില്ല. നമ്മൾ ഏറ്റവും 1 മണിക്കൂർ പ്രാർത്ഥിച്ചെന്നിരിക്കട്ടെ, ഒരു 1 അവർ പ്രാർത്ഥിച്ചു. അതിൽ 50 മിനിറ്റ് ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്യണം, ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യണം, ദൈവം എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം, ദൈവം എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണം എന്നുള്ള പ്രാർത്ഥനയാണ്. 10 മിനിറ്റ് ആയിരിക്കും കർത്താവേ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, നിന്റെ ഹിതത്തിനനുസരിച്ച്, നിന്റെ താല്പര്യത്തിനനുസരിച്ച്, അല്ലേ? ആ പ്രാർത്ഥന വെറും എഴുതിയിട്ടോ 50 മിനിറ്റത്തെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. നീ ആ പ്രാർത്ഥിച്ച 10 മിനിറ്റത്തെ പ്രാർത്ഥന ദൈവം കേൾക്കും. സ്വോത്രം. ഈ തൃപ്തിപ്പെടുത്തും എന്ന് പറഞ്ഞ എന്തിലാ? നന്മേല ആണോ? സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുവാ, തൃപ്തിപ്പെടുത്തും നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം എന്ന് പറഞ്ഞാൽ അത് ആത്മീയ മണ്ഡലത്തെ കാണിക്കുന്നു. ഒരു യൗവന കഴുകൻ എങ്ങനായിരിക്കുന്നോ അതേപോലെ വേണം നമ്മൾ ആത്മീയത്തിൽ, നമ്മുടെ ആത്മീയ മനുഷ്യൻ. സ്തോത്രം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം, കണ്ടോ? അങ്ങനെ വരാൻ നിന്റെ വായ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയ തലത്തെ കുറിച്ച് പറയുന്നത്. ഒരു കഴുകനെ പോലെ പ്രവാചകൻ പറയുന്നില്ലേ? സ്തോത്രം. ശക്തിയെ പുതുക്കും. ആര് ശക്തിയെ പുതുക്കും? യഹോവയെ കാത്തിരിക്കും. ശക്തിയെ കഴുകന്മാരെ പോലെ ചിറകടിച്ച്. സ്തോത്രം. അപ്പം ഇത് പറയുന്നത് എന്താ? നമ്മുടെ ആത്മീയ ജീവിതമാണ്, നമ്മുടെ ആത്മീയ മനുഷ്യൻ. അവനെ തൃപ്തി ഞാൻ പെടുത്തും. 107-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ ഞാൻ വായിച്ചോളാം. ആർത്തിയുള്ളവന് ഞാൻ തൃപ്തി വരുത്തും. പ്രത്യേകിച്ച് നമ്മളെ ആ വാക്ക് പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്ക്. ഏതാ? ആർത്തിയുള്ളവൻ. സ്വന്തം പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ആർത്തിയുള്ളത് പോലെ ഇവിടെ ആർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഫുഡല്ല, അതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആത്മീയ മണ്ഡലമാണെന്ന് പറഞ്ഞത്, ആത്മീയ തലമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ്. ആത്മീയമാകുന്ന അനുഭവത്തിൽ ആർത്തിയുള്ളവന് ഞാൻ തൃപ്തി വരുത്തും. വിശപ്പുള്ളവനെ ഞാൻ നന്മ കൊണ്ട് നിറയ്ക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം ആത്മമനുഷ്യരിൽ കേന്ദ്രീകൃതമാണെങ്കിൽ നിനക്ക് വേണ്ടുന്നത് അവൻ തുറന്നു തരും. എത്ര പേര് ആമേൻ പറയും? നീ ആദ്യം ആർത്തി കാണിക്കേണ്ടത് പണത്തോടല്ല, പദവിയോടല്ല, ഈ ലോകത്തിലെ ഒന്നിനോടുമല്ല. നീ ആദ്യം ആർത്തി കാണിക്കേണ്ടത് നിന്റെ ആത്മമനുഷ്യനെ ബലപ്പെടുത്താൻ, നിന്റെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ. ഒരു കഴുകൻ പറന്നുയരുന്നത് പോലെ നീ ആത്മമണ്ഡലത്തിൽ അല്ലേറിയ കഴുകനെ പോലെ നിൽക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമുക്ക് നേരെ തിരിച്ച ആത്മീയ മണ്ഡലത്തിൽ ഒരാർത്തി ഇല്ല. ഉണ്ടോ? ആത്മീയ മണ്ഡലത്തിൽ ആർത്തി ഉണ്ടോ?
ആത്മീയ മണ്ഡലത്തിൽ ആർത്തിയുണ്ടോ? ആത്മീയ മണ്ഡലത്തിൽ ആർത്തിയില്ല. എന്നാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ, ഞാൻ ആ മണ്ഡലങ്ങൾ പറയുന്നില്ല, കാരണം നിങ്ങളെല്ലാം വോട്ട് ചെയ്തിരിക്കുകയല്ലേ. സ്വത്രം പോട്ടെ, ഹല്ലേലൂയ. അപ്പം മറ്റ് പല മണ്ഡലങ്ങളിൽ നമുക്ക് ഭയങ്കര ആർത്തിയ, ആവേശമാണ്, ഉത്സാഹമാണ്. പക്ഷെ ആത്മീയ കാര്യത്തിൽ ആ ആർത്തി ഇല്ല, ആ ആർത്തി ഇല്ല. ആർത്തി, ആത്മീയത്തിൽ ആർത്തി ഉള്ളവർ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്, മീറ്റിങ്ങിന് സംബന്ധിക്കുന്നുണ്ട്. ആത്മീയത്തിൽ ആർത്തി ഇല്ലാതൊക്കെയാ. അല്ലേലേ ചിലരൊക്കെ പോയതിന്റെ കാരണം അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, തക്കതായ കാരണം ഉള്ളതുകൊണ്ടാണ് പോയത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതുള്ള എനിക്കറിയത്തില്ല. ആർത്തിയുള്ളവൻ, ആത്മീയത്തിൽ ആർത്തിയുള്ളവൻ, അവൻ പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിക്കും, അത് നഷ്ടപ്പെടുത്തി കളയത്തില്ല. മറ്റെന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അവനത് മാറ്റിവെക്കും. ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഞാനൊരു കാര്യം പറയാം. ആത്മീയ ജീവിതത്തിൽ ആരാർത്തിയുണ്ടോ അവന്റെ വിശപ്പ് ദൈവം അടയ്ക്കുന്നു. ആത്മീയത്തിൽ ആർക്കാർത്തിയുണ്ടോ ദൈവം അവനെ തൃപ്തിപ്പെടുത്തും. ആത്മീയത്തിൽ ഉത്സാഹം കാണിക്കുമ്പോ അവന്റെ വിശപ്പിനെ എന്റെ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കും. സ്തോത്രം. മനസ്സിലായിക്കോ. അപ്പം അതുകൊണ്ട് കർത്താവ് പറയും, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. നീ ആദ്യം നിന്റെ വിശപ്പ് അടയ്ക്കാൻ നോക്കുന്ന പരിപാടി നിർത്ത്. എന്നിട്ട് നിന്റെ ആത്മീയ മനുഷ്യനെ കരുത്തുറ്റതാക്ക്. ശ്രദ്ധിച്ചിരുന്നേ, കണ്ണു തുറന്ന് എന്നെ നോക്കിയിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇനി പേരെടുത്ത് പറയും. വീട്ടിലുള്ളവരാലും കൊള്ളാം, പുറത്തുള്ളവരാണ്. എന്നെ ശ്രദ്ധിച്ചിരുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിന്റെ മുമ്പിൽ ഉറങ്ങരുത്, വചനത്തിന്റെ മുമ്പിൽ അലസമായിട്ടിരിക്കരുത്, വചനത്തിന്റെ മുമ്പിൽ ക്ഷീണിച്ചിരിക്കരുത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ പ്രിയപ്പെട്ടവരെ, ആത്മീയമാകുന്ന ബലവും ശക്തിയും പ്രാപിച്ച് ആത്മീയ മനുഷ്യനെ നീ മുൻപോട്ട് കൊണ്ടുപോകേണ്ട രീതി നീ കൊണ്ടുപോയാൽ നിന്റെ വിശപ്പിനുള്ളത് അവൻ നിറയ്ക്കും, നിന്റെ വിശപ്പിനെ അവൻ അകറ്റും, നിനക്ക് വേണ്ടുന്ന നന്മ അവൻ ഒരുക്കും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലുള്ള ഒരു പ്രസംഗം, 3 ദിവസത്തെ കൺവെൻഷൻ. എത്ര 3 ദിവസത്തെ കൺവെൻഷൻ. പ്രാസംഗികൻ നസ്രയനാകുന്ന യേശു. മൈക്കില്ല, വാട്സപ്പ് സിസ്റ്റം ഒന്നുമില്ല. 3 ദിവസം കർത്താവ് പ്രസംഗിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 3 ദിവസവും ആഹാരത്തെ ജനം മറന്നു, ഫുഡിനെ ജനം മറന്നു. അവരുടെ ജഡിക വിശപ്പിനെ അവര് മറന്നു. നമ്മൾ 1 മണിയാകാനിരിക്കുക പാത്രം എടുക്കാൻ, അല്ലേ? 1:15 പറയും ചെറുതായിട്ട് കിടുകിടുക്കുന്നുണ്ട്. പാത്രം 2 പറയാൻ വേണ്ട. എന്താ കാര്യം? ഇതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നോണ്ടാ. ആദ്യം അതെടുത്ത് കള, ആ ചിന്ത എടുത്ത് ആദ്യം കള. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ, 3 ദിവസം ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന നിത്യജീവന്റെ മൊഴികൾ കേട്ട് അവർ ഇരുന്നു. ദൈവരാജ്യത്തെ കുറിച്ച് അവർ പഠിച്ചു. 3 ദിവസം വിശപ്പും ദാഹവും അവരറിയില്ല. രാമേ പറയാവൂ. എന്ന് വെച്ചാൽ അവരുടെ അകത്തെ മനുഷ്യൻ എന്തോ ഒരു ഉത്തേജനം, എന്തോ ഒരു ഉണർവ്, കർത്താവിന്റെ വായിൽ നിന്ന് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹം. മനസ്സിലായോ? 2 മണിക്കൂർ തന്നെ ഇരിക്കുന്നത്, 2 മണിക്കൂർ തന്നെ ഇരിക്കുന്നത് വളരെ കത്തിച്ച. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്, അങ്ങോട്ട് നിവർത്തി ഇങ്ങോട്ട് നിവർത്തി, അങ്ങോട്ട് ചാഞ്ഞ് ഇങ്ങോട്ട് ചാഞ്ഞ്, അങ്ങനെ ഇരിക്കുന്നത് 3 ദിവസം. 3 ദിവസം കർത്താവിനോട് ചേർന്നവരിരുന്നു. ഞാൻ പറയുന്ന കള്ളമൊന്നുമല്ല, എത്ര എണ്ണത്തിനെ കാണുന്നേ. ഹല്ലേലൂയ.
വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം, അവർ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിനും അകത്തെ മനുഷ്യന്റെ ഉത്സാഹവും കർത്താവിൽ നിന്ന് പ്രാപിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം മൂലം എന്ത് സംഭവിച്ചു? 3 ദിവസം വിശപ്പ് മറന്നു. പക്ഷെങ്കിൽ വചനം വായിച്ചെന്തുവാ? ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും, വിശപ്പുള്ളവന് നന്മ കൊണ്ട് ഞാൻ നിറയ്ക്കും എന്ന് പറഞ്ഞാൽ, അവർ 3 ദിവസം യേശുവിന് വേണ്ടി അവരെ കൊടുത്തപ്പോൾ അവർക്ക് വേണ്ടുന്നത് അവൻ സ്വർഗത്തിൽ നിന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചവർക്ക് നൽകി. 5 അപ്പവും 2 മീനും കൊണ്ട് കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് വെച്ച് അവൻ വാഴ്ത്തി പ്രാർത്ഥിച്ചുടനെ 12 കൊട്ട ശേഷിക്കുമാറാകെ അവർ തിന്ന് തൃപ്തരാകുന്ന നിലയിൽ സർവശക്തനാകുന്ന ദൈവം ചെയ്തെങ്കിൽ, നിന്റെ ആത്മീയ മനുഷ്യനും നിന്റെ ആത്മീയ ജീവിതത്തിനും തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുമ്പിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നീ നിന്നെ തന്നെ ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ നന്മ കൊണ്ടവൻ നിറയ്ക്കോ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു നിമിഷവും എഴുന്നേറ്റ് നിന്നാട്ടെ, ഒരു നിമിഷവും എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാൻ വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ചൂടിന്റെ ആധിക്യം കൂടുതലാണല്ലോ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച്. ആരാധിക്കാനൊന്നും ഞാൻ സമയം കണ്ടെത്തുന്നില്ല. വേഗത്തിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഹല്ലേലൂയ. ഇന്ന് പ്രാപിച്ച, ഇന്ന് കേട്ട ദൂതുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾ ഭവനത്തിൽ ഇരുന്ന് ശക്തമായി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകലത് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ടെ.